പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പിടിയിലായ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടനെന്ന് സൂചന. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് റാന്നി കോടതിയിൽ പോറ്റിയെ ഹാജരാക്കും. മണിക്കൂറുകളായി പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അമൽ തേനമ്പറമ്പ് വിവരങ്ങൾ വേണ്ട. അമൽ, അറസ്റ്റ് ഉറപ്പിക്കാറായോ? ഉറപ്പായും ഉണ്ടാകുമെന്ന് യാതൊരു സംശയം. കാരണം ഇന്ന് വീട്ടിൽ പോയി അമൽ പറഞ്ഞോളൂ, കേൾക്കാം. കസ്റ്റഡിയിലെടുത്ത് ഇവിടെ കൊണ്ടുവരികയായിരുന്നു. അതിനുശേഷമാണ് ചോദ്യം ചെയ്യൽ ഇപ്പോൾ 10 മണിക്കൂറും പിന്നിടുന്നത്. ആ 10 മണിക്കൂർ പിന്നിടുമ്പോഴും അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്നതിനുള്ള നടപടിയൊന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടികൾ പുരോഗമിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇപ്പോഴും നമുക്ക് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. ഇത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഇന്ത്യയിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിനുള്ള മുൻവശമാണ്. അവിടെ ഒരു പോലീസ് വാഹനം തയ്യാറാക്കിയിട്ടുണ്ട്. ആ പോലീസ് വാഹനം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയമായി. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമാണ് ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്യലിന് വിധേയനായിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. അതിനാൽ തന്നെ ഇനിയൊരു വൈദ്യപരിശോധന ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്ന ആ വാഹനത്തിൽ പുറത്തേക്ക് കൊണ്ടുപോയി ഒരു വൈദ്യപരിശോധന ഉണ്ടാകും. അത് ഒന്നുകിൽ ഫോർട്ട് ആശുപത്രിയിലായിരിക്കും, അല്ല എങ്കിൽ അത് ജനറൽ ആശുപത്രിയിലായിരിക്കും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ റാന്നി കോടതിയിൽ നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കുമെന്നുള്ളതാണ്. അതിനാൽ തന്നെ അറസ്റ്റ് ഉറപ്പാണ്. പക്ഷേ ഇതുവരെയും അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ള യാതൊരു വിവരവും അന്വേഷണ ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നില്ല. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. നാളെ 12 മണിക്ക് മുൻപ് ഈ റാന്നിയിലേക്ക് എത്തിക്കും. അവിടെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമാകും മറ്റു നടപടികൾ. എന്തായാലും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോഴും അന്വേഷണ സംഘമുള്ളത്. അതിനാൽ തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഒരു പ്രാഥമിക നടപടി എന്നുള്ള നിലയ്ക്ക് ആണ് കാണുന്നത്. അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യൽ പിന്നീടാകാം എന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉത്തരം നൽകേണ്ടതുണ്ട്. അതിൽ ഇന്നിപ്പോൾ വളരെ കുറച്ച് 12:30 മുതലുള്ള ചോദ്യം ചെയ്യലാണ്. ആ 12:30ക്ക് ശേഷം 12:30ക്ക് കസ്റ്റഡിയിൽ എടുക്കുന്നു. അതിനുശേഷം 1 മണിക്കൂർ സമയം യാത്ര കാരോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും കാരറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും തിരുവനന്തപുരത്തേക്കുണ്ട്. തിരുവനന്തപുരത്ത് എത്തി അത്രയും സമയത്തെ ചോദ്യം ചെയ്യലും പുരോഗമിക്കുന്നു. ഇനിയിപ്പോൾ രാത്രിയിൽ ഒരു വൈദ്യപരിശോധന ഉണ്ടാകുമോ അറസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളത് മാത്രമാണ് അറിയാനുള്ളത്. ഇത്രയും സമയമായതിനാൽ തന്നെ അത് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ രാവിലെ വൈദ്യപരിശോധന ഉണ്ടാകും. പുലർച്ചെ തന്നെ ഒരുപക്ഷെ തിരുവനന്തപുരത്ത് നിന്നും പത്തനംതിട്ടയിലേക്ക് കൊണ്ടുപോകും. ഇടയ്ക്ക് ക്യാമ്പിൽ എവിടെയെങ്കിലും വെച്ച് മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. അതിനുശേഷം പിന്നീട് റാന്നിയിലെ കോടതിയിൽ ഹാജരാക്കും. റാന്നിയിലെ കോടതിയിലാണ് ഇതുമായി ബന്ധപ്പെട്ട ശബരിമല ഇരിക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ റാന്നി ജൂറിസ്ഡിക്ഷൻ പരിധിയാണ്. അതിനാൽ തന്നെ അവിടെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തുടർ നടപടികൾ ഉണ്ടാകുക. അവിടേക്ക് കൊണ്ടുപോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്ത ശേഷം 2-3-4 മണിക്കൂർ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു വ്യക്തതയുണ്ടായിരുന്നില്ല. അതിനുശേഷം പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ വന്ന് പരസ്യമായി തന്നെ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി മിസ്സിംഗ് ആണ്, എവിടെയാണെന്ന് അറിയില്ല, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറയുമ്പോൾ മാത്രമാണ് കുടുംബാംഗങ്ങളെ ഈഞ്ചയ്ക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് ചോദ്യം ചെയ്യുന്നത്, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം കുടുംബാംഗങ്ങളെ അറിയിക്കുന്നത്. അപ്പോൾ മുതൽ നമ്മൾ ഇവിടെ വന്നതാണ്. ഇവിടെ കാര്യമായ മറ്റെന്തെങ്കിലും ചലനങ്ങൾ ഉണ്ടാകുന്നില്ല. ഇടയ്ക്കൊന്ന് ബിജോയ് ഈ കേസ് അന്വേഷിക്കുന്ന സംഘത്തിലെ SP ആണ്. വന്നു പോയി എന്നതിനപ്പുറത്തേക്ക് ഒരു 10 മിനിറ്റ് സമയം വന്നു പോയി എന്നതിനപ്പുറത്തേക്ക് മറ്റ് പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ എത്തിയിട്ടില്ല. ശശിധരനാണ് എങ്കിൽ SP ശശിധരൻ ശബരിമലയിലായിരുന്നു. അവിടെ നിന്നും പമ്പയിലേക്ക് ഇറങ്ങി പമ്പയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. കോടതിയുടെ കർശനമായ നിർദ്ദേശം അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളൊന്നും പുറത്തു പോകേണ്ടതില്ല എന്നുള്ളത്. അതിനാൽ തന്നെ അവർ കൃത്യമായി രഹസ്യമായി തന്നെ വിവരങ്ങൾ കാത്തുസൂക്ഷിച്ചുകൊണ്ടാണ് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. നമ്മളിപ്പോൾ എന്തായാലും നിൽക്കുന്ന ഈ പറയുന്ന നേരത്തെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വാഹനത്തിൽ ഏതെങ്കിലും നിമിഷം ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ നിമിഷം പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായി ഇവിടെ കാത്തു നിൽക്കുകയാണ്. പക്ഷെ അത് എപ്പോഴുണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. ദിവിഷ്, അമൽ തേനമ്പറമ്പിലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈകാതെ അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെയാണ് സൂചന. രാത്രി ഏറെ വൈകിയതുകൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ഇനി ഒരുപക്ഷെ നാളെ രാവിലത്തേക്ക് മാറ്റിയേക്കാം. റാന്നി കോടതിയിൽ നാളെ 12 മണിയോടുകൂടി ഹാജരാക്കാനുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ SITയുടെ നടപടികൾ മുന്നോട്ട് പോകുന്നത്. അമൽ, ഇപ്പോൾ നാളെ കോടതിയിൽ ഹാജരാക്കി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളുണ്ട്. ശബരിമലയിലേക്കും കൊണ്ടുപോകേണ്ടതുണ്ട്. എങ്ങനെയാണ് SIT ആ കാര്യങ്ങളൊക്കെ ഒരു ധാരണയിലെത്തുന്നത്?
നാളെ കോടതിയിൽ ഹാജരാക്കിയാൽ കസ്റ്റഡി ആപ്ലിക്കേഷൻ നൽകും. കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ വിശദമായ വിവരങ്ങൾ ലഭ്യമാകൂ എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തിയത് മുതൽ ഇങ്ങോട്ടുള്ള ചരിത്രം ചോദിച്ചറിയേണ്ടതുണ്ട്. സാധാരണ ഒരാളായി ശബരിമലയിലേക്ക് എത്തുന്നു, അതിനുശേഷം പിന്നീട് സ്പോൺസർ ആകുന്നു, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാകുന്നു. മാത്രമല്ല ഇത്തിൽക്കണ്ണി പോലെ പിടിച്ച് ശബരിമലയിൽ അയ്യപ്പന്റെ സ്വത്തുക്കൾ കട്ടുകൊണ്ടുപോകാൻ പരുവത്തിന് ഒരു സംവിധാനത്തിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ വളർന്നു എന്നുള്ള കാര്യം അന്വേഷണ സംഘത്തിന് അറിയേണ്ടതുണ്ട്. ഈ പറയുന്ന ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളി എന്നുള്ളൊരു വിഷയത്തിന് അപ്പുറത്തേക്ക് മറ്റെന്തെല്ലാം തരത്തിലുള്ള കളവുകൾ അവിടെ നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. 2 FIR ആണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിലൊന്ന് ഈ കട്ടിള കാണാതായി ബന്ധപ്പെട്ടുള്ള FIR ആണ്. രണ്ടാമത്തേത് സ്വർണ്ണപ്പാളികൾ കാണാതായതുമായി ബന്ധപ്പെട്ട ദ്വാരപാലക വിഗ്രഹത്തിലെ സ്വർണ്ണപ്പാളി കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള FIR ആണ്. ആ FIR-ൽ 10 ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അവർക്ക് ആർക്കൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു, ആരൊക്കെ ഈ കൊള്ളയിൽ അയ്യപ്പന്റെ സ്വത്തുക്കൾ കട്ടുകൊണ്ടു പോകുന്നതിൽ ആരൊക്കെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞു തുടങ്ങണം. അതിനുശേഷമായിരിക്കും മറ്റന്വേഷണങ്ങൾ. മാത്രമല്ല തെളിവെടുപ്പ് എന്ന് പറയുമ്പോൾ ഇത് സാധാരണ നിലയിൽ നാട്ടിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു മോഷണത്തിന്റെ തെളിവെടുപ്പ് പോലെ ഒതുങ്ങി നിൽക്കുന്ന ഒരു കാര്യമല്ല. അതിപ്പോൾ ശബരിമലയിൽ നിന്നും ഈ സ്വർണ്ണപ്പാളിയുടെ കാര്യം മാത്രം എടുത്ത് പരിശോധിച്ചാൽ ദിവിഷേ, സ്വർണ്ണപ്പാളി ഇവിടെ നിന്നും എടുക്കുന്നു, അതിനുശേഷം നേരെ കൊണ്ടുപോകുന്നത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടേക്ക് പോയില്ല എന്ന് മാത്രമല്ല, അത് ഇവിടെ നിന്നും വളഞ്ഞ വഴി കറങ്ങി ആദ്യം ബാംഗ്ലൂരുവിലേക്ക് പോകുന്നു, അവിടെ നിന്നും പിന്നീട് ഹൈദരാബാദിലേക്ക് എത്തുന്നു, ഹൈദരാബാദിൽ നിന്നും പിന്നീട് ചെന്നൈയിലേക്ക് എത്തുന്നു. ഈ പറയുന്ന ദിവസത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. ഇത്രയും ദിവസം ഈ സ്വർണ്ണപ്പാളി എവിടെയായിരുന്നു? അയ്യപ്പന്റെ മുന്നിലിരുന്ന് പൂജിക്കപ്പെട്ട അല്ലെങ്കിൽ അയ്യപ്പന്റെ മുന്നിൽ സാന്നിധ്യമായിരുന്ന ഈ സ്വർണ്ണപ്പാളി ആരുടെയെല്ലാം, ജയറാമിൻ്റെയൊക്കെ വീട്ടിൽ പോയി എന്നുള്ള കാര്യം ഇങ്ങനെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ആരുടെയെല്ലാം വീട്ടിൽ പോയി, ആരുടെയെല്ലാം സ്ഥാപനങ്ങളിൽ പോയി, എവിടെയെല്ലാം വെച്ച് ഇത്തരം പൂജകൾ നടത്തി, എന്തെല്ലാം ക്രമക്കേടുകൾ നടന്നു, എത്രത്തോളം സ്വർണം അതിൽ നിന്നും അടിച്ചു മാറ്റി തുടങ്ങിയ കാര്യങ്ങളെല്ലാം വ്യക്തത വരേണ്ടതുണ്ട്. അതിനാൽ തന്നെ തെളിവെടുപ്പ് എന്ന് പറയുമ്പോൾ അത് ചെറിയൊരു സമയത്ത് കൊണ്ട് ഒതുങ്ങുന്ന ഒരു കാര്യമായിരിക്കാൻ സാധ്യതയില്ല. വിപുലമായ തെളിവെടുപ്പ് ആവശ്യമായി വേണ്ടി വരും. അത് കേരളത്തിനകത്തും പുറത്തും 3 സംസ്ഥാനങ്ങൾ, കേരളം, അതോടൊപ്പം കേരളത്തിന് പുറത്ത് കേരളം, തമിഴ്നാട്, അതോടൊപ്പം തന്നെ ആന്ധ്ര, 3 സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് കേരളത്തിന് പുറത്ത് അന്വേഷണം വേണ്ടി വരും. അങ്ങനെ വിപുലമായ ഒരു അന്വേഷണം വേണ്ടി വരും.